ഗുഡ് ഡേ ടു ഓൾ. സ്പൈസി ജേർണിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യുന്നത് ഒരു ഗിഫ്റ്റ് അൺബോക്സിംഗ് പ്ലസ് റിവ്യൂ വീഡിയോ ആണ്. അതെ, ഒരു ബർത്ത്ഡേ ഗിഫ്റ്റ് ആണ്. ലേറ്റ് ആയിരുന്നാലും ലേറ്റസ്റ്റ് ആയി തന്നെ കൊടുക്കണമല്ലോ. അപ്പോൾ ഒരു ഉപകാരമുള്ള എന്തെങ്കിലും ഗിഫ്റ്റ് കൊടുക്കാമെന്ന് ഞാൻ ഇങ്ങനെ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. സാധാരണ എല്ലാ ഗേൾസും പ്രിഫർ ചെയ്യണത് ജ്വല്ലറി അല്ലെങ്കിൽ സാരി, ചുരിദാർ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കുമല്ലോ. അപ്പോൾ ഡേ ടു ഡേ യൂസിന് വേണ്ടി കുറച്ചുകൂടെ കംഫർട്ടബിൾ ആയിട്ടും കുറച്ചുകൂടെ നമുക്ക് ഈസിനെസ് തരണ പോലെ എന്തെങ്കിലും ഒരു സാധനം ഗിഫ്റ്റ് ചെയ്യാന്ന് പറഞ്ഞിട്ട് ഞാൻ നോക്കിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് ഭയങ്കരമായിട്ട് വോയിസ് സ്ട്രെയിൻ ചെയ്തിട്ട് ശബ്ദം തീരെ വരാതെയും ത്രോട്ട് ഇൻഫെക്ഷൻ ഒക്കെ നല്ലോണമായി. അപ്പൊ അത് റെഗുലർ ആയിട്ട് എടുക്കണതുകൊണ്ട് നന്നായിട്ട് സൗണ്ട് റേസ് ചെയ്ത് ഒട്ടും ഭയങ്കര ത്രോട്ട് ഇൻഫെക്ഷൻ ആയിരുന്നു. സൗണ്ടേ അങ്ങ് ആകപ്പാടെ മാറിപ്പോയി, മൊത്തമായിട്ട് അടഞ്ഞ ഒരു സ്ഥിതിയിലേക്ക് എത്തിയിരുന്നു. അപ്പൊ മൊത്തത്തിൽ ഇവള് എന്തെങ്കിലും സംസാരിച്ചാലും നമുക്കത് ക്ലിയർ ആയിട്ട് കേൾക്കാൻ പറ്റാത്തതും പിന്നെ ആ ഹോഴ്സ്നെസ് ഭയങ്കരമായിരുന്നു. അപ്പൊ അതെങ്ങനെ കുറയ്ക്കാമെന്ന് ഞാൻ നോക്കിയപ്പോഴാണ് ഞാൻ ഇങ്ങനെ ഒരു ഐറ്റത്തിലേക്ക് വന്നത്. അപ്പൊ ഞാനിത് ആമസോണിൽ നിന്നാണ് വാങ്ങിയത്. അപ്പോൾ എന്താണ് സാധനം എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇതാണ് ഞാൻ വാങ്ങിയ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് എനിക്ക് കിട്ടിയ ബർത്ത്ഡേ ഗിഫ്റ്റ്. അപ്പോൾ ഇതിന്റെ അൺബോക്സിങ്ങും ഇതെന്താണ് സാധനം എന്നും നമുക്ക് നോക്കാം. അഹൂജയുടെ നെക്ക് ബാൻഡാണ് ഇത്. തുറന്ന് നോക്കാം. നമ്മൾ നേരത്തെ ഇതിനു മുമ്പ് ഞാൻ ഒരു പ്രാവശ്യം തുറന്ന് നോക്കിയായിരുന്നു, എല്ലാ സാധനവും ഉണ്ടോയെന്നൊക്കെ ചെക്ക് ചെയ്യണമല്ലോ. തുറന്ന് നോക്കിയായിരുന്നു. അപ്പോൾ അതൊരു നെക്ക് ബാൻഡ് വിത്ത് മൈക്രോഫോൺ ഉള്ളതാണ്, അതുണ്ട്. പിന്നെ അതിൻ്റെ ഒരു ലേപ്പലുണ്ട്, സ്പീക്കർ. അതെ, ഇത് രണ്ടും കാണുമ്പോഴേ എല്ലാവർക്കും എന്താണ് സംഭവം എന്ന് മനസ്സിലായിട്ടുണ്ടാവും. അത് അറ്റാച്ച് ചെയ്യാനായിട്ട്, അത് ഹാങ് ചെയ്യുന്നതിനായിട്ടുള്ളൊരു ബാൻഡും ഉണ്ട്. അതിനോടൊപ്പം തന്നെ ചാർജറും ഉണ്ട്. അപ്പോൾ എല്ലാവർക്കും കാര്യം എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടാവും. ഇത് വന്നിട്ട് ഒരു നെക്ക് ബാൻഡ് ആണ്. നെക്ക് ബാൻഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ സെമിനാറൊക്കെ എടുക്കുമ്പോൾ അവർക്ക് കുറച്ചുകൂടെ സൗണ്ട് നല്ല റീച്ച് കിട്ടാനായിട്ട്, സൗണ്ട് കൂട്ടാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു സാധനമാണ്. നമ്മളപ്പോൾ നോർമൽ വോയിസിൽ സംസാരിച്ചാൽ മതി. നമുക്ക് വോളിയം കൂട്ടണമെങ്കിൽ കൂട്ടാം. മാക്സിമം ഒരു 100 പേര് ഇരിക്കുന്ന ഹാളിലൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ടൈപ്പ് ഐറ്റമാണ്. അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഞാൻ അപ്പോൾ വാങ്ങുമ്പോൾ നല്ല ബ്രാൻഡ് തന്നെ വാങ്ങണമല്ലോ എന്ന് നോക്കിയിട്ടാണ് അഹൂജ എല്ലാവർക്കും അറിയാലോ, നല്ലൊരു ബ്രാൻഡാണ്. അപ്പോൾ അവരുടെ സാധനം തന്നെ തിരഞ്ഞെടുത്തു. പ്രൈസ് വന്നിട്ട് ആമസോണിൽ 3400 രൂപ മറ്റാണ് കാണിച്ചിരുന്നത്. എനിക്ക് 2999, അതായത് 3000 രൂപയ്ക്ക് തന്നെ കിട്ടി. അപ്പോൾ അത് ഇന്നലെ വന്നേ ഉള്ളൂ. ഞാൻ അപ്പോൾ ഇന്നലെ വന്ന ഉടനെ തന്നെ അതിനൊന്ന് അൺബോക്സ് ചെയ്ത് നോക്കി, എല്ലാ സാധനവും ഉണ്ടോ എന്ന് ഒന്ന് പരിശോധിക്കണമല്ലോ. അപ്പോൾ അതൊക്കെ നോക്കിയതിന് ശേഷമാണ് ഇപ്പോൾ കൊടുത്തത്. ഇനി നോക്കാം അതിൻ്റെ ഉപയോഗമൊക്കെ എങ്ങനെയാണെന്ന്. അതിൻ്റെ ക്ലിപ്പ് വെച്ചിട്ട് ഈസിയാണ്, നമുക്ക് വലിയ വെയിറ്റ് ഒന്നുമില്ല. ആ ക്ലിപ്പ് അതിലേക്ക് അറ്റാച്ച് ചെയ്തിട്ട് ഷോൾഡറിന് ക്രോസ് ആയിട്ട് തൂക്കിയിടുക. അതെ, അതിനുശേഷം ആ നെക്ക് ബാൻഡ് വെച്ചിട്ട് മൈക്രോഫോൺ കറക്റ്റായിട്ട് ചുണ്ടിൻ്റെ കറക്റ്റ് ലെവലിൽ വെച്ചിട്ട് സംസാരിച്ചാൽ മതി. വോയിസ് നമുക്ക് ആ പവർ ഓൺ പവർ ഓഫ് സ്വിച്ചിൽ തന്നെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് ഇൻക്രീസ് ചെയ്യും ഡിക്രീസ് ചെയ്യും ചെയ്യാം. അപ്പോൾ നമുക്ക് കൂടുതൽ സ്ട്രെയിൻ ഇല്ലാതെ തന്നെ ഒരു നല്ലൊരു ഓഡിയൻസിനെ റീച്ച് കിട്ടുകയും ചെയ്യും. നമ്മൾ കൂടുതൽ അലറി വിളിക്കുകയോ സൗണ്ടിനുള്ള ഹോഴ്സ്നെസ് വരുമോ, ക്രാക്ക് വരുമോ, അങ്ങനെയൊന്നും വരില്ല. അപ്പോൾ അത് നല്ലൊരു യൂസ്ഫുൾ ആയിട്ടാണെന്ന് എനിക്ക് തോന്നി. അതാണ് ഞാൻ ഇത് വാങ്ങിയത്. മൈക്കൊക്കെ സെറ്റ് ചെയ്ത് മൈക്രോഫോണൊക്കെ വെച്ച് ഇവിടെ സെറ്റപ്പായിട്ട് നിൽക്കണുണ്ട്. അതെ, ഇത്രയും ലെങ്ത് ഉണ്ട്. നമ്മുടെ ഈ സ്പീക്കറിന്റെ ലെങ്ത് ഇത്രയും വരുന്നുണ്ട് ഈ ബാൻഡ് ഉള്ളത് കൊണ്ട്. അതുപോലെ തന്നെ മൈക്കും ഫ്ലെക്സിബിൾ ആണ്, നമുക്ക് നമ്മുടെ പൊസിഷൻ അനുസരിച്ച് അത് ചേഞ്ച് ചെയ്യാൻ പറ്റും. ഇതിൽ തന്നെ ഇതിന്റെ എൻഡ് നമ്മളിവിടെ ടിപ്പ് നമ്മൾ ഇതിൽ കണക്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. മൈക്ക് ഇന്നെന്ന് പറഞ്ഞ പോർട്ടിലാണ് അത് കണക്ട് ചെയ്യേണ്ടത്. അതുപോലെ ഇവിടെയാണ് മുകളിലാണ് അതിന്റെ പവർ ഓൺ പവർ ഓഫ് സ്വിച്ചും വോളിയം എല്ലാം ഒരേ ഇതിലാണ് വരുന്നത്. അതെ, നമുക്ക് ഓൺ ചെയ്തിട്ട് സംസാരിച്ച് നോക്കാം. അതെ, ഓൺ ചെയ്യുമ്പോൾ ഗ്രീൻ ലൈറ്റ് കത്തും. വോയിസ് ഇതുപോലെ നമുക്ക് ആവശ്യത്തിന് ഇൻക്രീസ് ചെയ്യുകയും ഡിക്രീസ് ചെയ്യുകയും ചെയ്യാൻ പറ്റുമേ. പിന്നെ നമ്മൾ ഹൈ വോളിയത്തിൽ പോകുമ്പോൾ ചെറിയൊരു ഹൗളിംഗ് വോയിസ് കിട്ടും. അപ്പോൾ അത് നമുക്ക് ഒഴിവാക്കാം. നമ്മുടെ ഓഡിയൻസിൻ്റെ നമ്പർ ഓഫ് ഓഡിയൻസ്, നമ്മുടെ സ്റ്റേജ്, റൂം, അതിൻ്റെയൊക്കെ കൺവീനിയൻസ് നോക്കിയിട്ട് നമുക്ക് വോളിയം ഇൻക്രീസ് ചെയ്യുകയും ഡിക്രീസ് ചെയ്യുകയും ചെയ്യാം. ഇത് 6 hours വരെ ഇതിൻ്റെ ചാർജ് നിൽക്കും അല്ലേ? 6 hours നമ്മൾ ഒരിക്കൽ ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ 6 hours വരെ ചാർജ് നിൽക്കും. അപ്പോൾ നമുക്കൊരു 2 ദിവസത്തിൽ ഒരിക്കൽ ചാർജ് ചെയ്താൽ മതിയാവും. നമ്മുടെ യൂസ് അനുസരിച്ച് എങ്ങനെയാണ്, നമ്മൾ അത്രയും ഒരുപാട് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ
അതനുസരിച്ച് നമുക്ക് ചാർജ് ചെയ്ത് സെക്യൂർ ആയിട്ട് വെക്കാം. അതെ, ഇപ്പം കേട്ടോണ്ടിരുന്ന സൗണ്ട് വന്നിട്ട് ഇതിൽ മീഡിയം അല്ല, കുറച്ചുകൂടെ കുറവില്ലേ, മീഡിയത്തിനെക്കാട്ടി കുറച്ചുകൂടെ കുറവ് വോയിസിൽ വെച്ചിട്ടാണ് ഇപ്പോൾ സംസാരിച്ചുകൊണ്ടിരുന്നത്. ഹൈ വോളിയത്തിൽ വെച്ചാൽ ഭയങ്കരമായിട്ട് സൗണ്ട് കേൾക്കും. പക്ഷെ അതേപോലെ ഒരു കരകരപ്പ് അല്ലെങ്കിൽ ഹൗളിംഗ് സൗണ്ട് കൂടെ വരും. ഫാൾസ് വോയിസ് ഇങ്ങനെ കേൾക്കും ഹൈ വോളിയത്തിൽ വെക്കുകയാണെങ്കിൽ. ഇതിപ്പോൾ മീഡിയം റേഞ്ചിലാണ് ഞാൻ വെച്ചിട്ടുള്ളത്. ഇത് നമുക്ക് ഓഫ് ചെയ്യാം, മൈക്ക് ഓഫ് ചെയ്യാം. കുറച്ചൊന്ന് ഇങ്ങനെ എക്സ്പാൻഡ് ചെയ്തിട്ട് നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റും മൈക്ക്. ഈസി ടു ക്യാരി അല്ലേ, വെയിറ്റ് ഒന്നും തോന്നുന്നില്ലല്ലോ. വെയിറ്റ് ഇല്ല, ഈസി ടു ക്യാരി ആണ്. പിന്നെ മെയിൻറ്റെയിൻ ചെയ്യുന്നത് അത്രയും കെയർഫുൾ ആയിട്ട് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണം. അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഡാമേജ് വരും അല്ലേ. കയ്യിൽ നിന്ന് വീണ് പോവുകയാണ് അല്ലെങ്കിൽ വെള്ളം നനയുകയാണ്, അങ്ങനെയൊക്കെ വന്നാൽ നമ്മൾ സാധാരണ പോലെ തന്നെ അതെ, അത് സ്വാഭാവികമായിട്ട് ഇലക്ട്രോണിക് ഐറ്റം അല്ലേ. അപ്പോൾ വെള്ളം നനയുകയോ കയ്യിൽ നിന്ന് വീഴുകയോ ചെയ്താൽ അതിനനുസരിച്ചുള്ള കേടുപാടുകൾ തീർച്ചയായിട്ടും ഉണ്ടാകും. പക്ഷെ നല്ല വേർത്തി ആയിട്ടുള്ള ഒരു ഗിഫ്റ്റ് ആണ്. പേഴ്സിനും എന്താണ് അഫോർഡബിൾ ആണ്, പക്ഷെ നല്ല വേർത്തി ആയിട്ടുള്ള ഗിഫ്റ്റ് ആണ്. വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഗിഫ്റ്റ് ആണ്. അതെ, അൺഎക്സ്പെക്റ്റഡ് ആണ്. സാധാരണ ഞാൻ എക്സ്പെക്ട് ചെയ്യുക ജ്വല്ലറിയോ ക്ലോത്തിങ്ങോ ഒക്കെ ആയിരിക്കും സാധാരണ ഞാൻ എക്സ്പെക്ട് ചെയ്യാറ്. പക്ഷെ ഇത് നല്ലൊരു ഗിഫ്റ്റ് ആണ്. ഓക്കെ, ഇനി നമ്മൾ ഒരു സാധനം കൂടി നിങ്ങളെ പരിചയപ്പെടുത്താനുണ്ട്. ഒരു ഐറ്റത്തിന്റെ കൂടി റിവ്യൂ ചെയ്യാനുണ്ട്. അത് ഗിഫ്റ്റ് ഒന്നും അല്ല കേട്ടോ, നമ്മുടെ സ്പൈസി ജേർണിയുടെ പർപ്പസിന് വേണ്ടിയിട്ട് നമ്മൾ പർച്ചേസ് ചെയ്ത ഒരു സാധനമാണ്. അത് കാണാം. ഇതാണ് നമ്മളെ സെക്കൻഡ് അൺബോക്സിങ് ഉണ്ടെന്ന് പറഞ്ഞ ഐറ്റം. ഇതൊരു വയർലെസ് മൈക്രോഫോണാണ്. ഫോണിൽ കണക്ട് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റുന്ന പോലെ തന്നെ ഉള്ള ഒരു ഇതാണ്. അപ്പോൾ അതിൽ ഫോട്ടോയിൽ നിങ്ങൾക്ക് കാണാം, അതിലൊരു ഫോണും താഴെ അതിൻ്റെ ചാർജിങ് കണക്റ്റിംഗ് പോർട്ടിൽ ഒരു ഇത് കണക്ട് ചെയ്തിട്ട് ഒരു വയർലെസ് മൈക്ക് കോളർ ടൈപ്പാണ്. നമ്മൾക്ക് കോളറിൽ എവിടെയെങ്കിലും പിൻ ചെയ്തിട്ട് സംസാരിക്കാൻ പറ്റുന്ന ഒരു ടൈപ്പുള്ളതാണ്. നമുക്കത് അൺബോക്സ് ചെയ്ത് നോക്കാം. നല്ല ടൈറ്റ് പാക്കിംഗ് ആണ്. പാക്കേജിൻ്റെ അകത്ത് ഒരു വയർലെസ് മൈക്ക്, അത് ക്ലിപ്പുണ്ട്. ക്ലിപ്പ് നമ്മൾ കോളറിലേക്ക് അങ്ങനെ ഫിക്സ് ചെയ്ത് വെച്ചേക്കുകയാണ്. ഇനി ഇത് വന്നിട്ട് വെളിയിലെടുക്കുക, അത് ഫോണിൻ്റെ ചാർജിങ് പോർട്ടിലാണ് കണക്ട് ചെയ്യാനുള്ളത്. ഒരു കുഞ്ഞു ഡിവൈസാണ്. അതെ, ഇതിൽ പവർ ഓൺ പവർ ഓഫ് സ്വിച്ച് വന്നിട്ട് ആ വയർലെസ് ഈ ക്ലിപ്പിലാണുള്ളത്. അതിൻ്റെ ബാക്കിൽ ഒരു സ്വിച്ച് ഉണ്ട്. അത് പ്രസ് ചെയ്ത് പിടിക്കുമ്പോൾ പച്ച ലൈറ്റ് കത്തും. പച്ച ലൈറ്റ് മിന്നി കത്തിക്കൊണ്ടിരിക്കും. അത് നമ്മൾ പോർട്ട് കണക്ഷൻ കംപ്ലീറ്റ് ആകുമ്പോൾ പച്ച കോൺസ്റ്റൻ്റ് ആയിട്ട് കത്തിക്കൊണ്ടിരിക്കും. അപ്പോഴാണ് കണക്റ്റ് ആയെന്ന് നമുക്ക് മനസ്സിലാവുക. ഇതിൽ ചാർജിങ് ടൈം പറയണത്, ചാർജിങ് ടൈം അല്ല, ഇതിൽ ബാറ്ററി ലൈഫ് പറയണത് ഒരു 4 മണിക്കൂറൊക്കെയാണ് കണ്ടിന്യൂസ് യൂസേജ് പറയണത്. ഇതിൻ്റെ കൂടെ അത് ചാർജിങ് കേബിൾ യൂഷ്വലായിട്ട് C ടൈപ്പ് വരുന്ന ചാർജിങ് കേബിളാണുള്ളത്. ഇതിൽ നമുക്ക് ഈ മൈക്കാണ് ചാർജ് ചെയ്യാനുള്ളത്. മൈക്കിൻ്റെ ഈ സൈഡ് വശത്താണ് ചാർജിങ് C ടൈപ്പ് വരുന്നത്, അത് ചാർജ് ചെയ്യാനുള്ളത്. ഇത് പവർ ഓൺ പവർ ഓഫ് സ്വിച്ച് ഇവിടെ. ഇതിൽ നമുക്ക് ചാർജിങ്ങിൻ്റെ ആവശ്യമൊന്നുമില്ല. ഇത് കാരണം നമ്മളെ ചാർജിങ് പോർട്ടിലാണ് ഫോണിൻ്റെ ഇതിൽ കണക്ട് ചെയ്യണത്, അതുകൊണ്ട് ചാർജിങ്ങിൻ്റെ ആവശ്യമില്ല. അപ്പോൾ ഇത് ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് ഞാൻ വാങ്ങിയത്. 770 രൂപയായി. അപ്പോൾ ഈ 2 ഡിവൈസസ് ആണ് നമ്മൾ പർച്ചേസ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഈ മൈക്രോഫോൺ വർത്തി ആണോ അല്ലേ എന്നുള്ളത് നമ്മൾ ഉപയോഗിച്ചിട്ട് പറയാമേ. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് ഉടനെ തന്നെ സ്പൈസി ജേർണി തിരിച്ചു വരും. ടിൽ ദെൻ സൈനിങ് ഓഫ്, സ്പൈസി ജേർണി.